അല്ല, ഇതുമായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു. അപ്പോഴാണ് അറ്റൻഡർ പറഞ്ഞത് വീട്ടിലോട്ട് വന്നിട്ടുണ്ടെന്ന്. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ താമസിക്കുക. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ളതാ. അവിടെ ഒരു വയ്യാത്തൊരു അപ്പൂപ്പനുണ്ട്. ഞാൻ ചെന്നില്ലെങ്കിൽ കാര്യം മൊത്തം കുഴപ്പത്തിലാവും. എന്തായാലും കാര്യമായി. ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാലേ ഞാനങ്ങ് പോയേനെ. എടോ, ഇതിനകത്ത് L4 L5 ചെറിയൊരു ബൾജിങ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ കൺസിസ്റ്റൻസിയും വളരെ കുറവാണ് കാണിക്കുന്നത്. റെസ്റ്റ് എടുക്കണം അത്യാവശ്യമായിട്ട്. മരുന്ന് കഴിച്ചാൽ മാറുമോ? മരുന്ന് കഴിച്ചാൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടുമെന്നേ ഉള്ളൂ. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം. ഒരു 2 മാസമെങ്കിലും എടുത്തേ പറ്റും. ഡോക്ടറെ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുക. അപ്പോൾ എനിക്ക് അധികം ലീവ് എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ജോലി ചെയ്യുന്ന വീട്ടിലൊന്ന് സംസാരിച്ച് നോക്ക്. എന്നാ മെഡിസിൻ കഴിച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണാം, റെസ്റ്റ് കൊടുത്തിട്ട് കേട്ടോ. പൈസ കുഴപ്പമില്ല. ഫീസൊന്നും വേണ്ട, വയ്ക്കുമോ? അതല്ല ഡോക്ടറെ, ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടോ പിടിച്ചാൽ വന്നത്. തിരിച്ച് ബസ്സിന് പോകാൻ പൈസയില്ല. ഡോക്ടറുടെ വല്ലതും ഉണ്ടെങ്കിൽ ചില്ലറ മതി. രണ്ട് ബസ് കയറണമായിരുന്നു ഡോക്ടറെ. ഓ, ഉണ്ടായിരുന്നു CCTV. അല്ല, ഇപ്പൊ ഈ 1 മാസത്തെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം എന്തുവാ? അതെനിക്ക് അറിയത്തില്ല സാറമ്മേ. എൻ്റെ 4ാമത്തെ എല്ലിനും 5ാമത്തെ എല്ലിനും ബൾജിങ് ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അയ്യോ, എല്ലെന്ന് പറയുമ്പോ മേളിൽ നിന്നോ താഴെ നിന്നോ? അതെനിക്കറിയത്തില്ല, പക്ഷെ ഈ ഭാഗത്താ ബൾജിങ്. ഇത് എല്ല് കാണുന്നില്ലല്ലോ, ബൾജ് കാണാം. ഇപ്പൊ എല്ലാവർക്കും ഉള്ള ബൾജിങ് അല്ലയോ ഇത്? അതവിടെ ഇങ്ങനെ. പിന്നെ വെള്ളവും കുറവാന്ന് പറഞ്ഞു. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതിന് മോളൊരു കാര്യം ചോദിച്ച് തോനെ വെള്ളം അങ്ങ് കുടിക്കണം. ഇത് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എനിക്കും ആഗ്രഹമില്ല റെസ്റ്റ് എടുക്കണമെന്ന്. പക്ഷേ ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും? ഇപ്പൊ 1 മാസത്തെ റെസ്റ്റ് എടുത്താൽ ഇവിടുത്തെ കാര്യം എങ്ങനെയാ? സാറമ്മ വിഷമിക്കേണ്ട, ഞാൻ വേറൊരാളെ ഏൽപ്പിക്കാം. ഏജൻസി വിളിച്ചോ വല്ലോ. അയ്യോ, ഏജൻസിന്നൊന്നും വിളിച്ചാൽ ശരിയാവത്തില്ല. ഇവിടുത്തെ അപ്പൂപ്പന്റെ കാര്യമൊക്കെ ആര് നോക്കും? വരുന്ന കൊച്ചിന് അറിയാവോ പെട്ടെന്ന് എന്തുവാ ഏതാണെന്നൊക്കെ? ഇനി 5-6 വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്നതല്ലയോ? നിനക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എവിടാ ഇരിക്കുന്നേ, എന്തുവാ ഏതാ എല്ലാം നിനക്കറിയാം. തന്നെയല്ല, അപ്പൂപ്പൻ്റെ മെഡിസിനൊക്കെ ആരാ എടുത്തു കൊടുക്കുന്നേ? എനിക്കിതൊന്നും അറിയത്തില്ല. എല്ലാം നിന്റെ കൈപാടല്ലയോ? അല്ല, ഒരു കാര്യം ചെയ്, പുതിയ ആരാണെന്ന് വെച്ചാൽ വിളിച്ചോ. പക്ഷെ നീയും കൂടി ഇവിടെ നിൽക്കണം. അയ്യോ സാറമ്മേ, എനിക്ക് ഒത്തിരി പൈസ ആവത്തില്ലേ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന്? ഇടി കൊച്ച, അതൊന്നും നീ കാര്യമാക്കണ്ട. നിനക്കുള്ള ശമ്പളം ഞാൻ തരും. പക്ഷെ നീയും കൂടി ഇവിടെ വേണം, ഇല്ലാതെ പറ്റത്തില്ല. അത് തന്നെയല്ല, ഈ വരുന്ന കൊച്ചിനൊന്നും അറിയത്തില്ലല്ലോ. നീ എല്ലാം അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പരിചയത്തിലൊരു കൊച്ചുണ്ട്. നാളെ തന്നെ വരാൻ പറയാം. എന്തോ കൊച്ചിന്റെ പേര്? മീനാക്ഷി. എടി മല്ലിക, നീ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിട്ട് ഇച്ചിരി പ്രായമുള്ളതായിരിക്കുമെന്ന്. ഇത് ചെറുപ്പക്കാരിയാണല്ലോ. 2 മാസം ഓടി നടന്ന് വീട്ടിലെ ജോലിയെല്ലാം ചെയ്യണ്ടായോ? അപ്പൊ ഇച്ചിരി ചെറുപ്പവും ചുറുചുറുക്കും ഒക്കെ ഉള്ള ആളായിക്കോട്ടെ എന്ന് വിചാരിച്ച്. നല്ല പ്രായമുണ്ട്. മേക്കപ്പാ. ഞാൻ പറഞ്ഞില്ല ഇത്ര മേക്കപ്പിനുണ്ടാകും. എടി മല്ലിക, വിശ്വസിക്കാൻ കൊള്ളാമോടി? അയ്യോ കൊള്ളാം. എനിക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാ. എൻ്റെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച താമസത്തിന് വന്നതേ ഉള്ളൂ. എവിടാ വീട്? എൻ്റെ വീട് അങ്ങ് കാസർഗോഡാ. കാസർഗോഡാന്നോ? കാസർഗോഡ് എവിടെ? കാസർഗോഡ് നീലേശ്വരം. പിന്നെന്താ ഇവിടെ വന്നിരിക്കുന്നേ? അച്ഛനമ്മയും പിടിക്കായിരുന്നു. വിശ്വസിക്കാവുന്ന കൊച്ചാ, വീട്ടിൽ കയറ്റാൻ കൊള്ളാം. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അല്ല അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ A to Z കാര്യങ്ങൾ ഞാൻ നല്ല വ്യക്തവും സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനും കൊച്ചമ്മയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ. മോളെ, രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേക്കണം. അയ്യോ, 6 മണിക്കാ? 6:30 എണീറ്റാൽ മതി. ഞാൻ 7 മണിക്ക് എണീക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ 8 മണിക്ക്. അതുപോലെ തന്നെ ഇവിടുത്തെ വീടും പരിസരവും എല്ലാം നല്ല വൃത്തിയായിരിക്കണം. ചൂരും കൂരിയൊക്കെ ആ പാതാമ്പുറത്തിന് താഴെയുണ്ട്. അവിടെ കണ്ടില്ലെങ്കിൽ എൻ്റെ ഇവിടെ നോക്കിയാൽ മതി. കളവന് ഭയങ്കര വൃത്തിയാക്കിയോണ്ടേ എപ്പോഴും തൂക്കണം. പിന്നെ അപ്പൂപ്പൻ്റെ റൂം നല്ല നീറ്റായിരിക്കണം. നല്ല മണവും വേണം കേട്ടാ. അതെ, കക്കൂസിലെ ഫ്ലഷ് വർക്ക് ചെയ്യത്തില്ല. ഈ കളവന് 24 മണിക്കൂർ മൂത്രമൊഴിപ്പാണ്. അതുകൊണ്ടത് കോരിക്കളയണം. ഇല്ലെങ്കിൽ അതെൻ്റെ തലയിലിരിക്കും. എന്ത് ആ ജോലിയേ? പിന്നെ ഇവിടെ പാചകത്തിന്റെ കാര്യത്തിൽ ഇച്ചിരി ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആന്ന്, ഇവർ അടുക്കള കയറത്തില്ല. മീൻ വറച്ച് ഈ വീട്ടിൽ കയറ്റത്തില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് കയറ്റും കേട്ടോ. അല്ല, എല്ലാം പച്ചക്കറികളാണ്.
അതാ വെട്ടിയിട്ട് അക്കോല കിടക്കുന്നത്. പ്രോട്ടീനും ഇല്ല, ഒരു കുന്തവും ഇല്ല, എല്ലാം ഒടിഞ്ഞ് പറഞ്ഞു കിടക്കുക. പിന്നെ എന്നും വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പം വിളക്ക് കത്തിക്കണം. അത് കത്തിക്കണം കേട്ടോ. പിന്നെ മോൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മോള് പോകുന്നതിന് മുമ്പ് അതുണ്ടല്ലോ അയാളുടെ തലക്കീഴി കത്തിക്കാം. അതാവുമ്പോൾ 10-15 ദിവസത്തേക്ക് നമുക്ക് വിളക്ക് കത്തിക്കണ്ട. ഇവിടെ നമുക്ക് ഇഡ്ലി സാമ്പാർ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. ഇനി നീ ശമ്പളത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെ, ഈ കൊച്ചിനെ അടുക്കളയിലോട്ട് കൊണ്ടുപോയി എന്തുവാ ജോലിയെന്ന് വെച്ചിരുന്ന എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താട്ടെ. അപ്പൂപ്പാ ഞാൻ അങ്ങോട്ട് പോവാ കേട്ടാ. പറഞ്ഞുതരാം. ഇതെന്തിനാ ചേച്ചി ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഇതോ എങ്ങാണ് ഇങ്ങനെ പടിയായി കഴിഞ്ഞാലേ കാല് കൂട്ടിക്കെട്ടാനുള്ള എളുപ്പത്തിന് ഞാൻ ബെഡ്ഷീറ്റ് അങ്ങ് തുറന്ന് വെച്ചതാ. എല്ലാ ബെഡ്ഷീറ്റിലും ഉണ്ട് ഓരോ തുരപ്പ്. പേടിക്കണ്ട, ഇതിങ്ങനെ ചെറിയ ചെറിയ കുസൃതികളാ. 100 മീറ്റർ അപ്പുറത്തുള്ള ജനലിൽ കിടന്നുകൊണ്ട് ഇയാൾ തുപ്പും. അവിടെ കോളാമ്പി വെച്ചിട്ടുണ്ട്, കഴിവേറി അതിനകത്ത് തുപ്പത്തില്ല. ഫാഷൻ. രാത്രി 7 മണിയാകുമ്പോൾ ഒന്ന് വന്നാൽ മതി, നമുക്ക് വാട്ടർ ഡാൻസ് കാണാൻ പറ്റും. കളവ മൂത്രം ഒഴിക്കുന്നത്. അയ്യോ, പല സ്റ്റൈലിൽ പല ഫാഷനിൽ പല പൊസിഷനിൽ നിന്നൊരു മൂത്രം ഒഴിപ്പുണ്ട്. വാട്ടർ ഡാൻസ് മൂത്രം കൊണ്ട് 3 വാക്ക് വരെ ചെയ്യും ഇയാള്. അയ്യോ ഉറങ്ങിയില്ല, ഞാൻ വെച്ച് തീർന്നു. ഇയാളെ നോക്കി എൻ്റെ L5 മൊത്തം പോയത്. മോളിങ്ങോട്ട് വാ, പറഞ്ഞുതരാം. വല്യപ്പൻ്റെ കാര്യം ഇച്ചിരി കഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇച്ചിരി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അടുക്കളക്കാരി ഓർത്ത് ടെൻഷനൊന്നും വേണ്ട, അടുക്കളയിൽ പണിയൊക്കെ എളുപ്പം അങ്ങ് തീരും. തൂപ്പും തുണപ്പും ഒക്കെ ഒത്തിരി ഉണ്ട്. പൊടിവകകൾ കണ്ട് ഇവിടെ ഇരിക്കുക, പാത്രങ്ങൾ അതിൻ്റെ കീഴിലെല്ലാം ഉണ്ട്. ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. എപ്പോഴും എനിക്ക് കുനിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. 4-ാമത്തെ 5-ാമത്തെ എല്ല് പോയി കിടക്കുക. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്തുവാ നോക്കുന്നത്? എന്തുവാ? അല്ല, ഈ കടലയും തൊമ്മരിയും പയറും ഒക്കെ എവിടെ ഇരിക്കുന്നത്? അയ്യോ, ഇതെല്ലാം കൂടെ പല പാത്രത്തിലല്ല, ഇതെല്ലാം കൂടെ ഒരൊറ്റ പാത്രത്തിനകത്ത് ഇട്ട് വെച്ചേക്കുന്നേ. ഒറ്റ പാത്രത്തിട്ട കുഴഞ്ഞു പോത്തില്ല എല്ലാം? ഷോ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇത് കൊള്ളാലോ സംഭവം. ഇപ്പൊ കുഴഞ്ഞാണോ ഇരിക്കുന്നേ? ഇല്ല. ഇത് ഗ്രീനി ബീനി സാവോട്ടിന്റെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാ. അതെന്തുവാ? www.savo.in. ഇത് 6 കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു കണ്ടെയ്നറാണ്. ഇതിനകത്ത് അരി, ഉഴുന്ന്, തൊമര, പരിപ്പ് എല്ലാ സാധനങ്ങളും ഇടാൻ പറ്റും. എന്നിട്ട് ഇതാ നോക്കിക്കേ, ഈസി ആയിട്ട് ഈ ഒരൊറ്റ സ്വിച്ച് അമർത്തിയാൽ മതി. ഇതിനകത്ത് എടുത്ത് ഇതിനകത്ത് തന്നെ കഴുകി വെക്കാം. 360 ഡിഗ്രി റൊട്ടേഷനാണ്. പിന്നെ ഇതിനകത്ത് മുട്ടയും വെക്കാം. എൻ്റെ പൊന്നു കൊച്ചേ, ഇതുള്ളത് കൊണ്ടാ എൻ്റെ 6-ാമത്തെ എല്ല് പോവാതെ പിടിച്ചു നിന്നത്. ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ അതും തല്ലി ഒടിച്ചാലേ. അടുക്കളയിലെ പണിയോട് നീ വിഷമിക്കേ വേണ്ടത്, നിനക്ക് എളുപ്പമാക്കും, സ്ഥലവും ലാഭിക്കാം. ഇതെന്തു ചേച്ചി? അയ്യോ, ഇത് റൈസ് മീറ്റ് 10 കിലോയുടെ. ഇത് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. ഓ, അപ്പൊ ഇതിനകത്തും കടലയും പരിപ്പും തൊമരയൊക്കെ ഇടാം അല്ലേ? 10 കിലോയുടെ കടല നീയാണോ തിന്നുന്നത്? ഇതിനകത്ത് അരി ഇടാൻ വേണ്ടിയിട്ട്, അതല്ലേ റൈസ് മീറ്റ് എന്ന് പേരിട്ടത്. ഇതാ ഈ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ സുഖമായിട്ട് അരിയെല്ലാം ഇങ്ങനെ വീഴും. ഇതിനകത്ത് തന്നെ കഴുകി നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? 5 കിലോയുടെ ഉണ്ട്, അവരുടെ സൈറ്റിനകത്തുണ്ട്. കുനിഞ്ഞ് നിന്ന് അരി എടുക്കണ്ട, നടുവിന് നല്ലതാ. എന്നാ പിന്നെ ഞാൻ ജോലി തുടങ്ങട്ടെ. അല്ല, എന്തുവാ കലവറയിലെ കലാപരിപാടിക്ക് വന്നോ? എന്താ ചേച്ചി? അല്ല, മുടിയും പിരുത്തിട്ട് നല്ല ചുരിദാറും ഇട്ട് ചോറിനകത്ത് മുടിയിട്ട് കുഴച്ച് തരാനാണോ? പോയി മുടിയൊക്കെ കെട്ടി വെച്ച് നൈറ്റ് ഇട്ടുകൊണ്ട് വാ വച്ചേ. ഓ, ആയിക്കോട്ടെ. വൃത്തിക്കാരി വന്നേക്കുന്നു. അമ്മച്ചി, അയ്യോ. അല്ല ചേച്ചി, ഈ അമ്മച്ചിയുടെ അപ്പൂപ്പനാണോ അത്? ഓ, ഇത് ശരിക്കും ഇവർ അപ്പൂപ്പനൊന്നും അല്ല. ഇത് ഇവരുടെ അമ്മയുടെ 2-ാം കെട്ടിലുള്ളതാ. ഈ തള്ളിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ അമ്മൂമ്മ ഉണ്ടായിരുന്നോ? അയ്യോ, ഉണ്ടായിരുന്നു. ഇതുപോലൊന്നും അല്ല, മൊത്തം മെനയായിരുന്നു. രണ്ടും കൂടെ ഒന്നിച്ചേ കിടക്കത്തുള്ളൂ, ഒന്നിച്ചേ കക്കൂസി പോകത്തുള്ളൂ, മുള്ളത്തുള്ളൂ, കുളിക്കത്തുള്ളൂ. ഞാൻ കുറേ അനുഭവിച്ചതാ എൻ്റെ പൊന്നു മോളെ. അതോ രണ്ടും കൂടെ പൊരിഞ്ഞടി. അടിവെക്കാൻ കയ്യും കാലും ഒന്നും അനങ്ങത്തില്ലല്ലോ, തല വെച്ചായിരുന്നു ഇടിക്കുന്നത്. എന്തോരം സഹിച്ചതാ. പിന്നെ തുപ്പലും. അങ്ങേര് തുപ്പി അവരുടെ മുഖത്തിടും, അവർ തുപ്പി ജനലിൻ്റെ വെളിയിലിടും. പിന്നെ ജനൽ കമ്പി തുടയ്ക്കണം, അവരുടെ മുഖം തുടയ്ക്കണം, ബെഡ്ഷീറ്റ് കഴുകണം. അയ്യോ, ഒന്നും പറയണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ L5 പോയത് ആ ഒറ്റ തള്ള കാരണം. അയ്യോ, ചത്തപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചതാണ്. ഇയാൾ കാരണം എൻ്റെ 4-ാമത്തെ എല്ലും പോയി. ഇയാളെ കാലിന് പോലും വേണ്ട, എന്തോ ചെയ്യാനാണ്. മിക്കവാറും 6-ാമത്തെ എല്ലാ പെണ്ണുമ്പോൾ ഊരിയെടുക്കും. എന്തുവാ 2 പേരും കൂടെ? അയ്യോ, ഞാനേ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, കൃത്യമായിട്ട് ജോലി ചെയ്യണമെന്നൊക്കെ.
ഓ പറഞ്ഞു തീർന്നില്ലേ ഇതുവരെ? നിനക്ക് റെസ്റ്റ് പറഞ്ഞില്ലയോ? നീ പോയി കിടക്ക. അവൾ എന്തോന്ന് വെച്ചാൽ ചെയ്തോളൂ. പിന്നെ നിനക്ക് എല്ലാത്തിലും ഒരു നോട്ടം വേണം കേട്ടോ. നീ എന്തെടുക്കുമായിരുന്നു? അല്ല, ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഇച്ചിരി മുളക്. അതെ, അത് അവൾ നോക്കിക്കോളും. നീ പോയി കിടക്ക. ഓ നോക്കിക്കൊണ്ട് നിന്നു. നോക്കാനല്ലേ പറഞ്ഞത്. മീനാക്ഷിയേ, എന്തോ ചേച്ചി? എന്തുവാ ഇത്? ഇത് അച്ചാറ് പാത്രം. നിന്റെ ഇരിക്കുന്നതല്ല, എൻ്റെ ഇരിക്കുന്ന സുനാപ്പി എന്തുവാ? ഇതിനകത്ത് മൊത്തം ചെലന്തി വലയാ. ഇതൊരു നടക്ക് പോവത്തില്ലേ മീനാക്ഷി? എന്താ ചേച്ചി? ഞാൻ ഓരോ കാര്യങ്ങളും പുറകെ നടന്നു പറയണോ? അത് ചെയ്യ്, ഇത് ചെയ്യ്, മറ്റേത് ചെയ്യുന്ന വന്നിട്ട് 1.5 ആഴ്ചയായി. ഇതുവരെ ഇതൊന്നും പഠിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എൻ്റെ 4ഉം 5ഉം ഒക്കെ പോയി കിടക്കുക. ഞാൻ നിന്റെ പുറകെ നടക്കണോ? ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം ചേച്ചി. എന്താ ശ്രദ്ധിക്കാന്? ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ, ഭയങ്കര സ്ട്രിക്റ്റ്. ഇനി ഫ്രണ്ട്ലി അവർ നടക്കത്തില്ല. ഇനി എൻ്റെ അടുത്ത് തമാശയോ കളിച്ചിരിയോ ബന്ധവും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും. ഞാൻ പറഞ്ഞേക്കാം മീനാക്ഷി. ആ, ഞാൻ ഇനി നോക്കോളാം ചേച്ചി. ചേച്ചിയോ? ആര് നിന്റെ ചേച്ചി? പിന്നെ കൂടപ്പുറപ്പ് വന്നോ? ഞാൻ കൊച്ചമ്മ ചേച്ചി, അങ്ങനെ വിളിച്ചാൽ മതി. ശരി കൊച്ചമ്മ ചേച്ചി. ആ, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. ചേച്ചി ഇത്രയും നേരം കിടക്കുമല്ലായിരുന്നോ? ഇത്ര നേരം ഞാൻ കിടക്കുമായിരുന്നു. പക്ഷെ കൊച്ചമ്മ സമ്മതിക്കട്ടെ ഞാനൊന്ന് കട്ടിലേന്ന് നിന്ന് പൊങ്ങാൻ. ഞാൻ ജോലിയെ സമ്മതിക്കത്തില്ല. എന്നെ നോക്കാനാണ് നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് നീ മറക്കണ്ട. അവനോ നിൽക്കുന്നിടത്ത് അവനോ നിന്നാലേ നിനക്ക് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ മലന്ന് കിടക്കുന്ന അപ്പം കയറി നിൽക്കും. പിന്നെ അറിയാലോ അയാൾ തുപ്പി നാറ്റിക്ക് ഓടി നടന്ന്. മനസ്സിലായോ? അയാളുടെ മുറി ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അടുക്കാൻ പറ്റത്തില്ല. ഇത് കൊറേ ആയല്ലോ ചേച്ചി. നമ്മൾ എങ്ങോട്ടേ പോന്നേ? പറയാം. ഇതെന്തോന്ന് മനസ്സിലായോ? വാഴ. ആ, ഇത് ആരുടെ പുരയുടെ വന്നറിയാമോ? ഏയ്, കാസർഗോഡുകാരിയല്ലേ? ആ, 1 മാസം ആയാലും ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ഇത് അറിഞ്ഞൂടെ? ഇത് ഇവിടുത്തെ ടീച്ചറമ്മയുടെ പുരയിടവാ. ഈ വാഴ മൊത്തം ടീച്ചറമ്മയുടെയാ. അപ്പം നമ്മളിവിടെ വന്നത് ഈ വാഴയെല്ലാം കൂടെ വെട്ടി അതിൻ്റെ 7-8 വാഴക്കൊല എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ആരാ ചെയ്യണ്ടേ? മോള്. എന്റെ പൊന്നേച്ചി, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്യുന്നേ? പിന്നെ നിന്നെ ഇവിടെ എന്തോത്തിനാ വെച്ചത്? ഇതെല്ലാം നീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അല്ലാതെ പിന്നെ എന്തുവാ? പിന്നെ ഞാൻ ചെയ്യണോ? എൻ്റെ എല്ല് മൊത്തം പോയി കിടക്കുന്ന ഞാൻ ചെയ്യണോ? എന്നാലും ഇത് ഒറ്റയ്ക്ക് ഇത് കുറേ ഇല്ലേ? ആ, കുറേ ഉണ്ട്. പിന്നെ കയറുവാണെങ്കിൽ ഇപ്പം കയറിക്കോണം. 6:30 എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ വേലി കരണ്ട് വീഴും. പിന്നെ രാത്രി മൊത്തം പന്നിക്ക് കൂട്ട് അവിടെ ഇരിക്കേണ്ടി വരും. നേരം വെളുക്കുമ്പോൾ കൊലയും കൊണ്ട് വീട്ടിലോട്ട് വരാം. എന്റെ പൊന്നേച്ചി, എനിക്ക് അടുക്കളപ്പണി മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ. നീ കൊല കൊണ്ട് കഴിക്കുന്നത് കക്കൂസി വെച്ചിട്ടാണോ? എൻ്റെ പൊന്നു വെച്ച് ഇതെല്ലാം കൂടെ കൊണ്ടുപോയി അടുക്കളയിൽ പോയി വെട്ടി നുറുക്കി തോരനാക്കി വെക്കാൻ വേണ്ടിയിട്ടാ. അതെ, ആദ്യം ഒരു ചെറിയ വിഷമമൊക്കെ കാണും. ഇത്രയും ജോലി ചെയ്യണമല്ലോ. പക്ഷേ ശമ്പളം അങ്ങോട്ട് കയ്യിലോട്ട് കിട്ടുമ്പം ഇതിപ്പര സൗഭാഗ്യം വേറെ ഒന്നുമില്ലെന്ന് തോന്നും. 20,000 രൂപ വാങ്ങിക്കുന്നതല്ലയോ? ഇതൊക്കെ അങ്ങോട്ട് ചെയ്യങ്ങോട്ട്. ചുമ്മാ മേലനങ്ങാതെ നിൽക്കരുത്. 5ഉം 6ഉം എല്ലാം ഒടിഞ്ഞിരിക്കുന്നവളാ ഞാൻ. ആ, അത് നോക്കങ്ങോട്ട്. അയ്യോ, വെട്ടുവൊക്കെയൊന്നും ഇല്ലല്ലയോ? ആ, കുഴപ്പമില്ല. വാഴ തള്ളിയിട്ട് ഒടിച്ചങ്ങ് എടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. എന്തോ അത്ര വിഷമം? ആ, നാളെ ശമ്പളം വാങ്ങിക്കോളോ കൊച്ചു കള്ളി. ഇനി നിങ്ങളുടെ 2 പേരുടെയും കൂടെ ശമ്പളമായത്. പിന്നെ ഇനി ഇത്രയൊക്കെ ആയില്ലയോ? ഇനി അവളെ അങ്ങ് പറഞ്ഞു വിട്ടാലോ? ശരി സാറമ്മ. പക്ഷേ എൻ്റെ എല്ല് ഇതുവരെ ശരിയായിട്ടില്ല. ചെറിയൊരു ബൾജിങ് പിന്നെയും തുടങ്ങി. 2-3 ദിവസം അവളോട് ഇങ്ങനെ വായിട്ടലച്ചേ. അപ്പോൾ വായിട്ടലച്ചിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബൾജിങ് വരുന്നുണ്ട്. 4ാമത്തെ എല്ലിന് ചെറിയൊരു അനക്കം തട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അയ്യോ, ഇപ്പം എന്തോ ചെയ്യാനാ? ഇനിയിപ്പം ഇപ്പോൾ അവൾ കുറച്ചൊക്കെ പഠിച്ച് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1 മാസം കൂടെ അങ്ങ് നിർത്താം. കാരണം ഇല്ലെങ്കിൽ ഇത് ബൾജിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഫ്ലൂയിഡ് നിറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, 1 മാസം കൂടെ നിർത്തിയാൽ ശരിയാവോ? ശരിയാവും. പിന്നെ ഞാൻ പറന്ന് നടന്ന് ജോലി ചെയ്യും സാറമ്മേ. എന്നാ പിന്നെ അങ്ങനെ ആട്ടാ. മീനാക്ഷി, ആ, ശമ്പളം കിട്ടി. 1 മിനിറ്റേ.
അതെന്ത് ചേച്ചി? കമ്മീഷൻ വേണ്ടേ? ഒന്നും അറിയാത്ത നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയതിന് കമ്മീഷൻ എനിക്ക് വേണ്ടേ? ഞാൻ നിന്നെ കൊണ്ട് അനുഭവിക്കുക. എനിക്ക് എന്തോ ജോലിപ്പാടാ. എങ്കിൽ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ ചേച്ചി. എങ്ങോട്ട്? കൊച്ചേ, നിനക്കിപ്പോൾ ഒരു ജോലിയുടെ അത്യാവശ്യമുണ്ട്. ഇത്ര പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നീ എവിടെ വേറെ ജോലിക്ക് കയറും? അതുകൊണ്ട് ഞാൻ സാറമ്മയുടെ കാലെ കയ്യെ പിടിച്ചിട്ട് നിന്നെ 1 മാസം കൂടെ ഇവിടെ നിർത്താമെന്ന് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ആവശ്യമുണ്ട്. നീയാണോ നിന്റെ കാര്യം തീരുമാനിക്കുന്നത്? നിന്റെ കാര്യം തീരുമാനിക്കേണ്ട തലമൂത്തവരില്ലേ? ആവശ്യമില്ല പോലും. എന്നെ എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് 1 മാസം കൂടെ നീ ഇവിടെ നിൽക്കുക. എനിക്ക് പണിപ്പാടാണ് നിന്നെ ഇവിടെ നിർത്തുന്നത്. സാരമില്ല, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. മല്ലികേ, ഒരു ചായ എടുത്തേ. ആ സാറമ്മ, ഡേ 2 ചായ. ഒന്നല്ലേ ചോദിച്ചോളൂ? ആ, ഒരു ചായ ചോദിച്ചുള്ളൂ. സാറമ്മയ്ക്ക് ഒരു ചായ, രണ്ടാമത്തെ ചായ എനിക്ക്. സാറമ്മയ്ക്ക് ഇടുന്ന ചായ വെള്ളം കൂട്ടി കടുപ്പം കുറച്ച് പഞ്ചസാര കുറച്ച് പാൽ ഏറ്റവും കുറച്ച് ഒരെണ്ണം. പിന്നെ എനിക്കുള്ള ചായ വെള്ളം മാത്രം കുറച്ച് ബാക്കിയെല്ലാം കൂട്ടിയിട്ടു. നല്ല കൊഴ പതഞ്ഞിരിക്കണം. എന്നിട്ട് കുടിക്കുമ്പോൾ ഇവിടെ പറ്റണം. മനസ്സിലായാ? എന്ത് പാടി കാണിച്ച് വെച്ചേക്കുന്നേ? ഇതെന്തുവാ ഇത്? വേണ്ടേ, ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇടണം. എപ്പോഴാ ഇത് കെട്ടി അത്യാവശ്യം വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ആ, തുപ്പിയില്ലേ ഒന്ന്? ചായ ഇട്. മീനാക്ഷി, എന്തോ വെച്ചമ്മേ? അപ്പൂപ്പന് മരുന്ന് കൊടുത്തല്ലോ? ഇല്ല. കൊടുത്തില്ലയോ? ഇപ്പൊ സമയം എന്തുവായി? എനിക്ക് അടുക്കള നല്ല പണിയായിരുന്നു. അവളെന്തിയേ? ചേച്ചി അല്ല, കൊച്ചമ്മ ചേച്ചി. കൊച്ചമ്മ ചേച്ചിയോ? എൻ്റെ അടുത്ത് അങ്ങനെ വിളിക്കാനാ പറഞ്ഞേ. എന്നിട്ട് അവളെന്തിയേ? ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ഡ്രൈവിംഗ് സ്കൂളിലോ? ഡ്രൈവിംഗ് സ്കൂളല്ല, ഇവിടുത്തെ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കുവാ. ഇവിടുത്തെ വണ്ടിയോ? ആ, എന്റെ വണ്ടിയോ? കൊച്ചമ്മയുടെ വണ്ടി. ആഹാ, കൊള്ളാമല്ല. നിർത്ത അല്ലെങ്കിൽ അവിടെ നിന്ന് നിർത്തിയേ. എന്തോ കാണിക്കുവോ ഇത്? വണ്ടി പഠിക്കുക. അതെന്തിനാ ഇവിടുത്തെ വണ്ടിയെ പഠിക്കുന്നേ? വണ്ടി വെറുതെ ഇരിക്കുമല്ലേ സാറമ്മേ? ഏതൊരു സാധനവും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തുരുമ്പെടുത്തു പോകും. അപ്പം ഞാനൊരു ഉപകാരമല്ലേ ചെയ്തത്? എടി പെണ്ണേ, നിന്റെ L4ഉം L5ഉം പോയി ഇരിക്കുമല്ലയോ? ആ, അത് പറഞ്ഞപ്പോഴും ഓർത്തെ. വണ്ടിക്ക് എല്ലാം ഒട്ടിച്ചില്ല. ഞാൻ പോയി ഒട്ടിച്ചിട്ട് വരട്ടെ. നന്ദിയുണ്ട്. എൻ്റെ L6-ന് ചെറുതായിട്ടൊരു ഇളക്കം തട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് മീനാക്ഷി 1 മാസം കൂടെ നിന്ന് കഴിഞ്ഞാൽ, 1 മാസം കഴിഞ്ഞാൽ വേണ്ട. എൻ്റെ ഫ്ലൂയിഡ് കംപ്ലീറ്റ് പോയി. എനിക്കിനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ കൊച്ചിനെ ഇനി 1 മാസം കൂടെ നിർത്തിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ ശവം നിങ്ങൾ വാരേണ്ടി വരും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. ആ, ഇതുകൊണ്ട് എന്തോ ആവാനാ? ശമ്പളം ഇത് പോരാ. ഞാൻ എന്തോരാ ആ കൊച്ചിനെ പുറകെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതാ. പോരാത്തതിന് എൻ്റെ L1, L2, L3 എല്ലാം പോയി കിടക്കുക. ആ കൊച്ചിനെ കുറച്ച് നാളൂടെ നിർത്തിയേ പറ്റത്തുള്ളൂ. എന്തോ ചെയ്യാനാ? ആ, അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ആപത്തിന് കാരണമാകും. ബഹുമാനൊന്നും വേണ്ട. നല്ലായിരുന്നു. എനിക്കൊരു അടി എണ്ണിക്കാൻ പറ്റുന്നില്ല. ഇന്നേ ലെഗ് ഡേ ആയിരുന്നു. ലെഗ് ഡേ. ചിക്കൻ്റെ? ആ, ജിമ്മില് ലെഗ് ഡേ. ഇനിയിപ്പോൾ ജിമ്മിൽ പോയിട്ട് വരുവാ. എന്തുവാന്നേ, 320 കിലോ കൊണ്ട് ഞാൻ കാലുകൊണ്ട് ഒരു ഒറ്റ പൊക്കൊരു കുതിപ്പായിരുന്നു സാധനം. ഓ, എല്ലാവരും ഇങ്ങനെ എണ്ണീറ്റ് കൈ അടിച്ചു. എൻ്റെ ഒരു പവറേ. ഇതെല്ലാം സാറമ്മയ്ക്കുള്ളതാ ക്രെഡിറ്റ്. കാരണം എന്നെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചില്ല ഇത്രയും നാള്. പോരാത്തതിന് 75 സ്കോട്ടും. ഓ മൈ ഗോഡ്. ഓ, ഇനി ശീലമാക്കണം. എന്താ അറിഞ്ഞൂടാ, കാലിനൊക്കെ ഭയങ്കര വേദന. പക്ഷെ ആ വേദനയ്ക്ക് ഒരു സുഖമുണ്ട്. സാറമ്മ എന്തിയേ? അവളെന്തിയേ? മീനാക്ഷി എന്തിനാ? ആ, എനിക്കേ ജിമ്മിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു പ്രോട്ടീൻ ഷേക്കും ഒരു 10 മുറയുടെ വെള്ളയും കഴിക്കണം.
അവളോട് പറ ഒന്ന് തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അവള് കുളിക്കുക. ഓ ശേ, അങ്ങനെ നീ ഒരു കാര്യം ചെയ്യും, സാറമ്മ ഇങ്ങോട്ട് ഉണ്ടാക്കും, വെറുതെ ഇരിക്കുമല്ലേ. അല്ല, നിന്റെ എൽഫണ്ട് വെൽഫോറും ഒക്കെ കുഴപ്പമൊന്നും ഇല്ലയോ? പോരാ, ഭയങ്കര പരിതാപകരമാ. പക്ഷെ ഞാനേ ജിമ്മിൽ പോയി ഇതെല്ലാം മാനേജ് ചെയ്യുക. 30 കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യണം, നമ്മൾ സ്ട്രെങ്ത് ആവണം. വെറുതെ ചൊറിയും കുത്തി ഇരിക്കുമല്ലയോ. സാറമ്മ ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോ, നന്നായി വരട്ടെ. മുട്ടയുടെ വെള്ളയുടെ കാര്യം മറക്കണ്ട, പ്രോട്ടീൻ ഷേക്ക് കൂടെ. ഇത് കൊള്ളാം. പുസ്തകം വായിച്ചിരിക്കുവാണോ? ഉറങ്ങണ്ടേ? ആ, അടുക്കളയിലെ ജോലിയൊക്കെ തീർന്നോ മോളെ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അല്ല, അപ്പൂപ്പന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പൂപ്പന് മരുന്നും കൊടുത്തു, ഫുഡും കൊടുത്തു, റൂമും ക്ലീൻ ചെയ്തു. പിന്നെ കൊച്ചമ്മയുടെ ഡ്രസ്സ് എല്ലാം ഞാൻ മടക്കി ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കണ്ട, ഇനി നാളെ വായിക്കാം. അല്ല മോളെ, അവളെന്തിയേ? കൊച്ചമ്മ ചേച്ചി സെക്കൻഡ് ഷോയ്ക്ക് പോയിക്കുവാ. ആ, ഒരു 2-2:30 എന്തായാലും ആവും. കൊച്ചമ്മ കിടന്നോ? ഇത് കൂടുതലുണ്ടല്ലോ. ആ, ഇച്ചിരി കൂടുതൽ ഇരിക്കട്ടെ. അതേതായാലും നന്നായി. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാനുണ്ട്. എന്തുവാ? എനിക്ക് ഒരു 2 ആഴ്ചയുടെ ലീവ് വേണം. എന്ത് കാര്യത്തിനാ? എന്ത് കാര്യത്തിനാണ് വേണ്ടാത്തത്? എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളോട് പറയണമെന്നുണ്ടോ? ആ, എന്നാലും ഞാൻ പറയാം. പിണങ്ങിപ്പോയി എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഞാനില്ലാതെ എങ്ങും പോകത്തില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ബന്ധുവീടുകളിൽ പോകണം, ആ വഴിയൊക്കെ കുറച്ച് കറങ്ങാൻ പോകണം, അങ്ങനെയൊക്കെ. പിന്നെ ഒരു സ്കൂട്ടർ എടുക്കാനൊരു പ്ലാൻ ഉണ്ട്, കാരണം ലൈസൻസ് ഒക്കെ കിട്ടിയല്ലോ. അപ്പം പിന്നെ സ്കൂട്ടർ എടുത്ത് ഇവിടുത്തെ ചടാക്കിൻ്റെ കൂട്ടല്ല, നല്ല 1-1.5 സ്കൂട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരും, അത് വെച്ച് ഇങ്ങനെ കറങ്ങണം. പിന്നെ വീടിൻ്റെ പണി നടക്കുകയാണ്, ടൈലിടുകയാണ്. അപ്പോൾ എൻ്റെ ഒരു മേൽനോട്ടം വേണം. പാലാച്ചനെ ഞാൻ സാറമ്മയെ വിളിക്കാം, അപ്പം വന്ന് തിന്നിട്ട് പോകണം. അത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും ഞാനിവിടെ മേൽ നോക്കുവാണല്ലോ, അപ്പം പിന്നെ അവിടെ പോയി മേൽ നോക്കാം. പിന്നെ വേണമെങ്കിൽ വിളിച്ചൊന്ന് മേൽ നോക്കാം. ഈ വഴി പോകുമ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി ഒന്ന് മേൽ നോക്കാം. അങ്ങനെ ഒന്ന് മേൽ നോക്കാം. കൃത്യമായിട്ട് ശമ്പളം അങ്ങ് എത്തിച്ചേച്ചാൽ മതി. എൻ്റെ പ്രസൻസ് ഇവിടെ കാണും. പിന്നെ മീനാക്ഷി, ഞാൻ ഇവിടെ ഇല്ലെന്ന് വെച്ച് സാറമ്മയുടെ അപ്പൂപ്പൻ്റെ കാര്യത്തിൽ കുറവൊന്നും വരുത്തരുത്. എന്തായാലും നീ ഇത്രയും കാര്യം പറഞ്ഞില്ലയോ, നീ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. നീ എന്തായിരുന്നാലും ഭർത്താവും ഒക്കെ വന്നു, മേൽനോട്ടം വയ്ക്കാനും ഒക്കെ പോവാം, ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. ഒരു കാര്യം ചെയ്യ്, ഇനി ഇപ്പോഴേ പോയ വഴി അങ്ങ് പോ, നീ ഇങ്ങോട്ട് വരണ്ട. എടി, ഈ കൊച്ചേ നിന്നെക്കാട്ടി നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അടുക്കളപ്പണി, എൻ്റെ കാര്യങ്ങളും റൂമെല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്യുന്നു. നിന്റെ അത്രയും ശമ്പളവും കൊടുക്കണ്ട. അപ്പൊ ഞാനില്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ ആര് നോക്കും? അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കണം ചേച്ചി. നിന്ന് പല്ല് കടിക്കാതെ ഇറങ്ങി പോവാൻ നോക്കടി. സാറമ്മ, ഇത്ര നാള് ജോലി ചെയ്യാതെ ശമ്പളം ഉരുട്ട് കയറ്റിയില്ലയോ? ഇനി നീ പോ, ചെല്ലേ. എന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പൈസ ആയിരുന്നു.